Now we are going to continue with evaluation measures. Now we looked at all the evaluation measures. Now there are certain methods by which we have to do the performance evaluation. We cannot do it in whichever way like. Now holdout method, I have already told you several times before that നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡേറ്റയെ ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ട്രെയിനിങ് സെറ്റും ഒരു ടെസ്റ്റ് സെറ്റും. അതിൽ ട്രെയിനിങ് സെറ്റ് വിൽ ബി 2/3 ഓഫ് ദ ഡേറ്റ സെറ്റ്. അപ്പോൾ കൂടുതൽ ഡേറ്റ ട്രെയിനിങ് സെറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡലിനെ ബിൽഡ് ചെയ്യുന്നത്. സോ ട്രെയിനിങ് ഫേസിൽ ഉപയോഗിക്കുന്നതാണ് ഈ ട്രെയിനിങ് സെറ്റ്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ഫേസിൽ the rest of the data set, 1/3 of the data set which is remaining, അതെടുത്ത് വെച്ചിട്ട് ഈ മോഡൽ ക്രിയേറ്റ് ചെയ്ത മോഡൽ ആക്യുറേറ്റ് ആണോ അല്ലയോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടിലും ഫോർ ക്ലാസിഫയേഴ്സ് ദേ ആർ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ ക്ലാസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ ടെസ്റ്റ് സെറ്റിന് യൂസ് ചെയ്യുന്നത് ഡേറ്റ ക്ലാസിഫയർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്ലാസ്സും നമുക്ക് ഓൾറെഡി ഡേറ്റയിൽ ഉണ്ടായിരുന്ന ക്ലാസ്സും സെയിം ആണോ എന്നും ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നത്. Okay, remember that the training data set is 2/3 of the data set and test data set is 1/3 of the total data set. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കത്തില്ല. ഓക്കെ, നൗ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് ഡേറ്റ സെറ്റും ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റിൻ്റെയും വേറൊരു മെത്തേഡാണ്. ഒരു പ്രാവശ്യം മാത്രമല്ല നമ്മൾ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ട്രെയിനിങ് ഡേറ്റ സെറ്റും ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റും റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് 2/3 ആയിട്ട് k ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഈ k ടൈംസ് ഡേറ്റ ടെസ്റ്റിങ്ങിനെ റിപ്പീറ്റ് ചെയ്തിട്ട് മോഡലിങ്ങും ടെസ്റ്റിങ്ങും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നത്. സോ വി വിൽ നോട്ട് ബി ക്രിയേറ്റിംഗ് ജസ്റ്റ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡേറ്റ സെറ്റെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് k ഡേറ്റ സെറ്റ്സിൻ്റെ റിസൾട്ട്സെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ k ടെസ്റ്റ് സെറ്റ്സും ഉണ്ടാവും ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുത്തിട്ടാണ് ടോട്ടൽ ആക്യുറസി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മോഡൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്രോസ് വാലിഡേഷൻ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ക്രോസ് വാലിഡേഷൻ, k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. അതിന് ചെയ്യുന്നത് ഇത്രമേ ഉള്ളൂ. ടോട്ടൽ ഡേറ്റ സെറ്റിനെ k മ്യൂച്വലി എക്സ്ക്ലൂസീവ് സബ്സെറ്റ്സ് ആയിട്ട്, എന്ന് വെച്ചാൽ ഓവർലാപ്പ് ചെയ്യുന്നില്ലാത്ത സബ്സെറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, ഈ ഓരോ പാർട്ടീഷനെയാണ് ഫോൾഡ് എന്ന് പറയുന്നത്. ഏകദേശം ഈക്വൽ സൈസ് ആയിരിക്കും ഓരോ പാർട്ടീഷനും. എന്നിട്ട് ഒരു സെറ്റിനെ k ടൈംസ് നമ്മളിത് ചെയ്യും. k ടൈംസ് ചെയ്യുമ്പം ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പം D1 ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് സെറ്റ്, ബാക്കിയെല്ലാം ട്രെയിനിങ് സെറ്റ് ആയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പം D2 ആയിരിക്കും ടെസ്റ്റ് സെറ്റ്, ബാക്കിയെല്ലാവും ആയിരിക്കും ട്രെയിനിങ് സെറ്റ്. മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ D3 ആയിരിക്കും ടെസ്റ്റ് സെറ്റ്, ബാക്കിയെല്ലാം ആയിരിക്കും ട്രെയിനിങ് സെറ്റ്. അങ്ങനെ k ടൈംസ് നമ്മൾ ഈ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും പെർഫോം ചെയ്യും. എന്നിട്ട് കളക്റ്റീവ്ലി കിട്ടുന്ന മോഡലിൽ നിന്നുമാണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആക്യുറസി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ ഓരോ ഐട്രേഷനും കിട്ടിയ ഔട്ട്പുട്ടിൻ്റെ ആവറേജ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ ആക്യുറസി എസ്റ്റിമേറ്റ് ഈസ് ദി ഓവറോൾ നമ്പർ ഓഫ് കറക്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഫ്രം ദ k ഐട്രേഷൻസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇനീഷ്യൽ ഡേറ്റ. അപ്പോൾ ഓരോ ഐട്രേഷനും നമുക്ക് കിട്ടുന്ന കറക്റ്റ് ഡേറ്റയും ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റയും കൂടെ ഡിവൈഡ് ചെയ്യുന്നതാണ് ആക്യുറസിയുടെ എസ്റ്റിമേറ്റ്. ഓക്കെ, നൗ സിമിലർ ടു ദിസ് k ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. ഇപ്പം ഞാൻ ഒരെണ്ണം മാത്രം ടെസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും ട്രെയിനിങ് ഡേറ്റ സെറ്റ് ആയിട്ട് വെക്കുന്നതിനാണ് ലീവ് 1 ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ ദർ ആർ സ്ട്രാറ്റിഫൈഡ് ക്രോസ് വാലിഡേഷൻസ്. വാട്ട് ഇസ് സ്ട്രാറ്റിഫൈഡ് ക്രോസ് വാലിഡേഷൻ? ക്രോസ് വാലിഡേഷൻ തന്നെ, ബട്ട് in a stratified format. So folds are stratified so that class distribution of the tuples is in each fold is approximately the same as the initial data. എന്ന് വെച്ചാൽ മൊത്തം ഡേറ്റയ്ക്കകത്ത് എനിക്ക് സേ ദാറ്റ് യെസ്സും നോയും ആണ് എൻ്റെ രണ്ട് ക്ലാസ്. ഓക്കെ, യെസ് 75%, നോ 25% ആണ് എൻ്റെ മൊത്തം ഡേറ്റയ്ക്കകത്തുള്ളതെങ്കിൽ
ഓരോ ഫോൾഡിൻ്റെ അകത്തും 75%, 25% യെസും നോവും ആകത്തക്കവണ്ണമായിരിക്കും ഡിവിഷൻസ് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഗിവ് എ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ടോട്ടൽ ഡേറ്റ. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഒരു സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് 10-fold ക്രോസ് വാലിഡേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്ട്രാറ്റിഫൈഡും ആയിരിക്കും ഫോൾഡ്സ്, അതിൻ്റെ കൂട്ടത്തിൽ കെയുടെ വാല്യൂ 10 ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ആക്യുറസിയാണ് നോർമലി യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് ഗിവ്സ് ലോ ബയസ് ആൻഡ് വേരിയൻസ്. എന്ന് വെച്ചാൽ ടോട്ടൽ ഡേറ്റ ആയിട്ട് ലോ ആയിട്ടുള്ള ഒരു ബയസും വേരിയൻസും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ബെറ്റർ റിസൾട്ട്സ് നമുക്ക് കിട്ടും 10-fold ക്രോസ് വാലിഡേഷനിൽ. Now, another one is cost benefit analysis. കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രമേ ഉള്ളൂ. സപ്പോസിങ് ഫോൾസ് ആയിട്ട് ദാറ്റ് ഇസ് ദ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് ദ ഫോൾസ് നെഗറ്റീവ്. പോസിറ്റീവ് ആയിരുന്ന ഒരു സാധനത്തിനെ ക്ലാസിഫയർ നെഗറ്റീവായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സപ്പോസിങ് അവർ ക്ലാസിഫയർ ഇസ് ടു ക്ലാസിഫൈ ക്യാൻസറസ് പേഷ്യൻസ്. ഓക്കെ, എന്നിട്ട് ശരിക്കും ക്യാൻസർ ഉണ്ടായിരുന്ന ഒരാളിനെ ക്യാൻസർ ഇല്ലാത്ത ആളാണ് ഫോൾസ് ആയിട്ട് നെഗറ്റീവായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഗ്രേറ്റ് കോസ്റ്റ്. ഓക്കെ, ദാൻ ഉള്ള ഒരാളിനെ ഇല്ലാത്ത ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഗ്രേറ്റ് കോസ്റ്റ് ആയിരിക്കും ഉള്ള ഒരാൾക്ക് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ കോസ്റ്റ് നമ്മൾ അസൈൻ ചെയ്യും ഓരോ ക്ലാസ്സിനും. ആൻഡ് ദെൻ ഈ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇഫ് ദർ ആർ ഫോൾസ് നെഗറ്റീവ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് ദ കോസ്റ്റ് ഇസ് മച്ച് ഹയർ ദാൻ ഇഫ് ദർ ഇസ് എ ഫോൾസ് പോസിറ്റീവ്. ഓക്കെ, അതേ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലോ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനോ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബെനിഫിറ്റ്. കോസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്, ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ കോസ്റ്റും ബെനിഫിറ്റും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആവറേജ് ഓഫ് കോസ്റ്റ് ഓർ ബെനിഫിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ ഡിസിഷനും നമ്മൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ക്ലാസിഫയർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി ROC കർവ്. ROC കർവ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. സിമ്പിളാണ്, ബട്ട് യു ഷുഡ് നോ ഹൗ ടു ഡു ഇറ്റ്. ഇന്നലെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ട്രൂ പോസിറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ടപ്പിൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോൾസ് പോസിറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ്സ് എന്താണെന്നുള്ളത്. ROC കർവ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് വിത്ത് TPR ഇൻ ദി Y ആക്സിസ് ആൻഡ് FPR ഇൻ ദി X ആക്സിസ്. ഇതുണ്ടോ, ട്രൂ പോസിറ്റീവ്സ് ആർ ഇൻ ദ Y ആക്സിസ് ആൻഡ് ഫോൾസ് പോസിറ്റീവ്സ് ആർ ഇൻ ദ X ആക്സിസ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫിനെ വരയ്ക്കുന്നതിനാണ് ROC കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ വിഷ്വൽ ടൂൾ ഫോർ കമ്പയറിംഗ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്. അതിൽ വരയ്ക്കുന്നത് ഇറ്റ് ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ട്രൂ പോസിറ്റീവ് റേറ്റ് ദാറ്റ് ഇസ് സെൻസിറ്റിവിറ്റി ആൻഡ് ഫോൾസ് പോസിറ്റീവ് റേറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് സ്പെസിഫിസിറ്റി. ഓക്കെ, ഈ ട്രേഡ് ഓഫ് കാണിക്കുന്നത് പോസിറ്റീവ് കേസസിൻ്റെയും നെഗറ്റീവ് ഫോൾസ് ആയിട്ട് പോസിറ്റീവ് കേസസിൻ്റെയും തമ്മിലുള്ള റേറ്റിനെയാണ് കാണിക്കുന്നത്. സോ ഇഫ് 50% അബവ് ആണ് നമ്മുടെ കർവ് എങ്കിൽ, മുകളിലാണ് നമ്മുടെ കർവ് എങ്കിൽ ദി ക്ലാസിഫയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഗുഡ്. 50% താഴെയാണെന്നുണ്ടെങ്കിൽ 50% തെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദ ക്ലാസിഫയർ ഇസ് നോട്ട് ഗുഡ്. ദ മോർ ഇറ്റ് ഗോസ് ഹയർ, 1ലേക്ക് എത്ര ക്ലോസർ പോകുന്നോ അത്രയും ബെറ്റർ ആണ് നമ്മുടെ ക്ലാസിഫയർ. ഓക്കെ, നമ്മുടെ ക്ലാസിഫയർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ TPR ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് FPRും ഇൻക്രീസ് ചെയ്ത് വരാനാണ് ചാൻസ് കൂടുതലുള്ളത്. Okay, so the area under the curve is our accuracy. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയാണ്, ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ടു യു ഇൻ എ മൂമെൻറ്റ്. ഇതാണ് നമ്മുടെ കേർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കേർവ്. യു ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ ഡയഗണൽ വരയ്ക്കുമ്പോഴത്തേനും ദിസ് ഈസ് അവർ മിഡ് റേഞ്ച്. ഇപ്പോൾ റാൻഡം ആയിട്ട് ഗെസ് ചെയ്യുവാണെങ്കിൽ 50% ചാൻസ് ആണുള്ളത്. സോ ദിസ് ഇസ് അവർ റാൻഡം ഗെസ്സിങ്. റാൻഡം ഗെസ്സിങ്ങിനെക്കാട്ടിലും താഴെയാണ് കിടക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അവർ ക്ലാസിഫൈ ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ബട്ട് ദ മോർ ദിസ് ഗോസ് ടുവേർഡ്സ് 1ലേക്ക് എത്ര ക്ലോസർ പോകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ക്ലാസിഫയറിൻ്റെ ആക്യുറസി കൂടുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, സോ ദിസ് ഇസ് അവർ ROC കർവ്. അതിന് നമ്മൾ സപ്പോസിങ് വി ഹാവ് ബീൻ ഗിവൺ, ഇതാണ് നമുക്ക് ഇന്നലെ ഞാൻ തന്ന പ്രോബ്ലം. ഇതാണ്. എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല, ചെയ്യാൻ പറ്റിയോന്നും എനിക്കറിയത്തില്ല. ദിസ് ഇസ് ഹൗ യു ആർ സപ്പോസ് ടു ഡു ഇറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടപ്പിൾ നമ്പർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടപ്പിൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ സെറ്റിലുള്ള ഡേറ്റയുടെ ഓരോ ടപ്പിളിൻ്റെ വാല്യൂസ്. ഈ ടപ്പിളിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്നത് ആ ടപ്പിളിൻ്റെ ആക്ച്വൽ ക്ലാസ്സസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ആക്ച്വൽ ക്ലാസ്സസിൻ്റെ പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ്നെസ് ആണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ത്രഷോൾഡ് ആണ് ശരിക്കും ഇത്. 90% ആണ് നമ്മുടെ ത്രഷോൾഡ് വാല്യൂ എങ്കിൽ ഇത് മാത്രമേ പോസിറ്റീവായിട്ട് വരത്തുള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ 80% ആണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നതെങ്കിൽ ദെൻ ഇത് രണ്ടും മാത്രമേ പോസിറ്റീവായിട്ട് വരത്തുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ആക്ച്വലി കണ്ടോ, 60% പോസിറ്റീവാണ്, 55% പോസിറ്റീവാണ്, 50% പോസിറ്റീവാണ്. ഓക്കെ, പക്ഷേ നെഗറ്റീവ് കണ്ടില്ലേ, 70% നെഗറ്റീവാണ്, 54% നെഗറ്റീവാണ്, 53% നെഗറ്റീവാണ്, 50% നെഗറ്റീവാണ്, 40% നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് 50 ആണ് ലീസ്റ്റ് പോസിറ്റീവ്, അതുകൊണ്ട് അത് നമുക്ക് ത്രഷോൾഡായിട്ട് എടുക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് ഇവിടെ പറ്റത്തില്ല. ഓക്കെ, സോ ഇവിടെ 1 by 1 നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. എത്രയാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ ഈ ത്രഷോൾഡ്സ് മാറി മാറി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്യുറസി എന്തായിരിക്കും എന്നാണ് നമ്മുടെ ഈ കേർവ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ത്രഷോൾഡ് നമ്മൾ തന്നെ തീരുമാനിക്കണം, ഹൗ മച്ച് ഇസ് ഓക്കെ, ദാറ്റ് ഇസ് ഫോൾസ് പോസിറ്റീവ് എത്രത്തോളം ആകാം, ട്രൂ പോസിറ്റീവ്സ് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ത്രഷോൾഡ്സിനെ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, നൗ ഹൗ ടു പ്ലോട്ട് ദ ROC കർവ്. നമുക്കുള്ളത് ഇതാണ്. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് ബീങ് കറക്റ്റ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് 90% പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ പ്രോബബിലിറ്റീസ്. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ROC കർവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഡേറ്റ, ടപ്പിൾ നമ്പർ, ക്ലാസ്, പ്രോബബിലിറ്റി. Okay, 1 2 3 4 5 6 7 8 9 and 10. Okay, so we have P N P N P and N with the probability of 0.90, 0.80, 0.70, 0.60, 0.55, 0.54, 6.54, 0.53, 0.51, 0.50 and 0.40. Okay, this is what we have. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് TP കാൽക്കുലേറ്റ് ചെയ്യണം, ട്രൂ പോസിറ്റീവ്സ്. ഓക്കെ, ഇത് ഓരോ ത്രഷോൾഡ് മാറ്റി മാറ്റി ഇടുമ്പോൾ എന്താ TP എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. TP, FP, TN, FN, TPR, which is equal to TP by P. Okay, TP by P, and FPR, which is equal to FP by N. Okay, so TPR is equal to TP by P and FP by N is FPR. Okay, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടിയത് കർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വി നീഡ് ദ TPR and the FPR to draw the ROC curve. Okay, now take first നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതാണ് നമ്മുടെ ത്രഷോൾഡ്. ഓക്കെ, സോ 0.9 അല്ലെങ്കിൽ മുകളിലുള്ളത് മാത്രമായിരിക്കും പോസിറ്റീവ്സ്.
ബാക്കി എല്ലാത്തിനെയും നെഗറ്റീവായിട്ടായിരിക്കും സിസ്റ്റം ക്ലാസിഫൈ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി അത് ഇതാ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഫസ്റ്റ് വൺ. ഇതിനെ മാത്രം പോസിറ്റീവാണ്, ബാക്കി എല്ലാം നെഗറ്റീവാണ്. ഓക്കെ, ബാക്കിയെല്ലാം നെഗറ്റീവ്. ബട്ട് ആക്ച്വലി ഇതാണ്. അപ്പോൾ ട്രൂ പോസിറ്റീവ് എത്രയാ? ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിഫയർ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ട്രൂ പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം നെഗറ്റീവാണ്. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ഫോൾസ് പോസിറ്റീവ്സ് ഇല്ല. സോ FPS 0. ട്രൂ നെഗറ്റീവ് എത്ര എണ്ണം ട്രൂലി നെഗറ്റീവാണ്? ഇത് ശരിക്കും നെഗറ്റീവ് തന്നെയായിരുന്നു, ഇത് നെഗറ്റീവായിരുന്നു, ഇത് നെഗറ്റീവായിരുന്നു, ഇത് നെഗറ്റീവായിരുന്നു, ഇത് നെഗറ്റീവ്. 5 എണ്ണം ട്രൂലി നെഗറ്റീവാണ്. ബാക്കി 4 എണ്ണവും ഫോൾസ് ആയിട്ട് നെഗറ്റീവായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ് 1054. 105 and 4. Now second one, ഇനി ത്രഷോൾഡ് ഞാൻ ത്രഷോൾഡ് 90 ആയിരുന്നപ്പോഴാണ് ഈ സിറ്റുവേഷൻ. ഇനി ഇതന്നെ ഞാൻ ത്രഷോൾഡ് ആക്കുക, 80 ത്രഷോൾഡ് ആക്കുക. 80 ത്രഷോൾഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇൻ സോർട്ടഡ് ഓർഡർ ആണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഇവിടെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ദീസ് 2 ആർ പോസിറ്റീവ്. സോ ഇതും കൂടെ പോസിറ്റീവ് ആവും. ഇത് രണ്ടും പോസിറ്റീവായിട്ട് വരും ക്ലാസിഫയറിൽ, ബാക്കിയെല്ലാം നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ട്രൂ പോസിറ്റീവ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടും പോസിറ്റീവ് ആയിരുന്നു. സോ ട്രൂ പോസിറ്റീവ്സ് 2 തന്നെയാണ്. ഫോൾസ് പോസിറ്റീവ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അവിടെ വീണ്ടും 0 ആണ്. ഫോൾസ് നെഗറ്റീവ്സ് ഉണ്ടോ? സോറി, ട്രൂ നെഗറ്റീവ്സ് 5 എണ്ണം ട്രൂ നെഗറ്റീവ്സ് ആണ്. ഫോൾസ് പോസിറ്റീവ്സോ ഫോൾസ് നെഗറ്റീവ്സ് 1, 2, 3 3 എണ്ണം ഫോൾസ് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ത്രഷോൾഡ് 0.80യുടെ ഇങ്ങനെയാണ് TP, FP, TNും FN കിട്ടുന്നത്. ഇനി 70 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദെൻ വി വിൽ ഗെറ്റ് ഇതും കൂടെ പോസിറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ട്രൂ പോസിറ്റീവ്സ് 2 എണ്ണേ ഉള്ളൂ, ഒരെണ്ണം ഫോൾസ് പോസിറ്റീവാണ്. നെഗറ്റീവ് ആയിരുന്ന സാധനത്തിനെ പോസിറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ FPS 1. ട്രൂ നെഗറ്റീവ്സോ 1, 2, 3, 4 ആണ് ട്രൂ നെഗറ്റീവ്സ്. ഫോൾസ് നെഗറ്റീവ്സ് 1, 2 and 3. ഇങ്ങനെ ഈ ടേബിൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേനും യു വിൽ ഫൈൻഡ് ദാറ്റ് യു ഹാവ് ഗോട്ട് ഈ നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ആ ടേബിളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് TP ഡിവൈഡഡ് ബൈ P. TP ഡിവൈഡഡ് ബൈ P എന്ന് പറയുന്നത് 1. P എന്തുവാ? ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ്സ് എത്രയാണ്? 1, 2, 3, 4, 5. സോ P is equal to 5 and N is also equal to 5. ആക്ച്വൽ ഡേറ്റയിൽ 5 പോസിറ്റീവും 5 നെഗറ്റീവും ഉള്ളത്. സോ P 5 ആണ്, N 5 ആണ്. സോ TPR is 1 divided by 5. 1 divided by 5 is 0.2. 2 divided by 5 is 0.4. സോ ഈ 3 എണ്ണത്തിന് 0.4 ആയിരിക്കും. FPRൽ FP ഡിവൈഡഡ് ബൈ N 0/5 എന്ന് പറയുന്നത് ഇത് രണ്ടും 0 ആയിരിക്കും. 1 divided by 5 is 0.2. അങ്ങനെ ഈ ടേബിൾ ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം യു വിൽ സിംപ്ലി ഡ്രോ ഗ്രാഫ് വരയ്ക്കുക. ഇങ്ങനെ വി ഹാവ് 0, ഇത് രണ്ടും 0,0 ആണല്ലോ. 0.2, 0.4, 0.6, 0.8, 1 വരെയാണ് വാല്യൂസ് വരാൻ പോകുന്നത്. സോ 1, ദെൻ ഇത് 0.2, ഇത് 0.4, 0.6, 0.8, 1. ഓക്കെ, ആദ്യം നോക്കിക്കേ, ആദ്യത്തെ TPR വാല്യൂ ഇസ് X is FPR. സോ 0,0.2 ആണ് ആദ്യത്തെ പോയിന്റ്. സോ 0,0.2 എന്ന് വെച്ചാൽ 0,0.2 ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0,0.4 ആണ്. സോ ദ സെക്കൻഡ് പോയിന്റ് ഇസ് 0.4. ദിസ് ഇസ് അവർ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, തേർഡ് പോയിന്റ് ഇസ് 0.2, 0.4. So here we will have 0.2, 0.4. ഇവിടെയാണ് 0.4. അങ്ങനെ എല്ലാ പോയിന്റ്സിനെയും നിങ്ങൾ
പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ പിന്നെ അത് 8 വരെ പോയി 8 നിന്ന് 0.8 ഈ 0.8 വരെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് നേരെ 1ലേക്ക് പോകും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേർവ് അല്ല. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺവെക്സ് ഹൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 പോയിന്റ് വെച്ചിട്ട് ഒരു കേർവ് നമ്മളെ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അടിയിൽ കാണുന്നതാണ് ROC കേർവിൻ്റെ റീജിയൻ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50%, ഈ 50%-നെക്കാട്ടിലും ഹയർ ആണ് നമ്മുടെ കേർവ് എങ്കിൽ ദ ക്ലാസിഫയർ ഇസ് ഗുഡ്. ഇതിന് താഴെയാണെങ്കിൽ ദ ക്ലാസിഫയർ ഇസ് നോട്ട് ഗുഡ്. ഇങ്ങനെയാണ് നമ്മൾ ROC കേർവ് വരയ്ക്കുന്നത്. നൗ യു ഷുഡ് ബി ഏബിൾ ടു ഡു യെസ്റ്റർഡേസ് ഹോംവർക്ക്. അപ്പം ഇതിൻ്റെ അതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്തത് ഈ 3rd ലെവൽ വരെ മാത്രമാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 60യെ ത്രഷോൾഡ് ആക്കി എടുക്കുമ്പം ഇത് 4ഉം പോസിറ്റീവ് ആകും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആകും. എന്നിട്ട് എഗെയിൻ യു ഷുഡ് കാൽക്കുലേറ്റ് TP, FP, TN ആൻഡ് FN. അതിനനുസരിച്ചുള്ള TPRും FPRും അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് എക്സ്, ഇതാണ് വൈ. XY ഈ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റുകൾ നമുക്കിവിടെ കിട്ടുന്നത്. ഈ പോയിന്റുകൾ കോൺവെക്സ് ഹൾ വരച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ കേർവ് കിട്ടുന്നത്. ആൻഡ് ദിസ് കേർവ് ഇസ് അവർ ROC കേർവ്. ഓക്കെ, സോ ഇന്നലത്തെ ഹോംവർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് നൗ. TP, FP, TN, FN, TPRും FPRും കാൽക്കുലേറ്റ് ചെയ്ത് ROC കേർവ് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല, വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ റെഗുലർ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ 9 മാർക്ക് ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നൗ വൺ തിങ് അലോൺ ഐ വോണ്ട് ടു കംപ്ലീറ്റ് അലോങ് വിത്ത് ദിസ്. എന്നിട്ട് നാളെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് മെത്തേഡ്. Bootstrap method sampling method ആണ്, but with replacement. Bootstrap method samples the given training tuples uniformly with replacement. എന്ന് വെച്ചാൽ മൊത്തം ഡേറ്റാ സെറ്റിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു ബാഗിൻ്റെ അകത്ത് മൊത്തം ഡേറ്റാ സെറ്റ് ഇട്ടിട്ട് ഓരോന്നിങ്ങനെ പിക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2/3 ഓഫ് ദാറ്റ് നമ്മൾ പിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും ആ പിക്ക് ചെയ്ത ടപ്പിൾസും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കി ഡേറ്റ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓവർലാപ്പ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഡേറ്റ തീർന്നു പോകത്തില്ല. അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് 0.632 bootstrap. 0.632 bootstrap ബിക്കോസ് ഒരു D ടപ്പിൾസ് ഉള്ള ഒരു ഡേറ്റാ സെറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഈ ഡേറ്റാ സെറ്റിൻ്റെ അകത്തു നിന്ന് D ടൈംസ് വിത്ത് റീപ്ലേസ്മെൻറ്റ് റിസൾട്ടിങ് ഇൻ ദ ട്രെയിനിങ് ഡേറ്റാ സെറ്റ് ഓഫ് D സാമ്പിൾസ്. എന്നുവെച്ചാൽ ആ ഒറിജിനൽ ഡേറ്റാ സെറ്റിൻ്റെ സൈസിലുള്ള ഡേറ്റാ സെറ്റിനെ തന്നെയാണ് നമ്മൾ ട്രെയിനിങ് ഡേറ്റാ സെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് റീപ്ലേസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് എല്ലാ ടപ്പിൾസും ഡിയിലുണ്ടായിരുന്ന എല്ലാ ടപ്പിൾസും നമ്മൾ എടുത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തിരിച്ചിട്ടിട്ട് വീണ്ടും എടുക്കുമ്പോൾ ചിലപ്പോൾ അത് തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നൗ ഈ ഡേറ്റാ ടപ്പിൾസ്, ദ ഡേറ്റാ ടപ്പിൾസ് ദാറ്റ് ആർ നോട്ട് പാർട്ട്, ഈ ട്രെയിനിങ് ഡേറ്റാ സെറ്റിൽ നമ്മൾ ഇങ്ങനെ റാൻഡമായിട്ട് എടുത്തപ്പം ഇല്ലാഞ്ഞ ഏതൊക്കെയാണോ അതാണ് ടെസ്റ്റ് സെറ്റായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഓൺ ആൻ ആവറേജ് ഈ ഒറിജിനൽ ഡേറ്റ സെറ്റിൻ്റെ 63.2% ഓഫ് D ടപ്പിൾസ് ആണ് ട്രെയിനിങ് സെറ്റ്, ബാക്കി 36.8 ടപ്പിൾസ് ആണ് ടെസ്റ്റ് സെറ്റ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് 0.632 bootstrap എന്ന് വിളിക്കുന്നത്. ബിക്കോസ് 63.2% ഓഫ് ദി ഒറിജിനൽ ഡേറ്റ സെറ്റ് will normally be the training data set when it is done repeatedly, when sampling is done repeatedly. ഓക്കെ, ഇതിനെയാണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഇസ് ബൂട്ട്സ്ട്രാപ്പ് വാസ് എ ക്വസ്റ്റ്യൻ ഇൻ ലാസ്റ്റ് ഇയേഴ്സ് സപ്ലിമെൻ്ററി പേപ്പർ ആയിരുന്നു എന്ന് തോന്നുന്നു. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇറ്റ് വാസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യു നീഡ് ടു, ഇത് ഓരോ ചെറിയ കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പോകരുത്, ഒരുവിധം പഠിച്ച് വേണം നിങ്ങൾ പോകാനായിട്ട്. വിത്ത് ദിസ് ഐ എം സ്റ്റോപ്പിംഗ് ഫോർ ടുഡേ. We'll continue in the next class.